ഹലോ ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രുതിയെ എല്ലാവർക്കും സംശയം തോന്നി തുടങ്ങുന്നുണ്ട്. ഈ പൈസ എവിടെ നിന്നാണ് വന്നതെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ശ്രുതി ഉറപ്പായിട്ട് പറഞ്ഞിട്ടല്ലോ അച്ഛനാണ് തനിക്ക് അയച്ചു തന്നതെന്ന്. പക്ഷേ സച്ചി അത് തീരെ വിശ്വസിക്കില്ല കേട്ടോ. ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ചന്ദ്ര പറയുന്നുണ്ട്, നിങ്ങൾക്കൊക്കെ എന്തിൻ്റെ കേടാ, നിനക്കൊക്കെ അസൂയ. എൻ്റെ മോന് പൈസയൊക്കെ അയച്ചു കൊടുത്തില്ലേ ശ്രുതിയുടെ അച്ഛൻ, അതിൻ്റെ അസൂയ എന്ന് പറയാട്ടോ. അതേ കേൾക്കുമ്പോഴത്തേക്കിനും നമ്മുടെ സച്ചിക്ക് നല്ല ദേഷ്യം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് എന്താ അസൂയ, ഒരു അസൂയല്ല. പക്ഷേ എന്നാലും ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ പാർലറമ്മയുടെ അച്ഛനാണ് അയച്ചു കൊടുത്തെങ്കിൽ അത് സുധീരെ പേരിൽ എന്തിനാണ് അയക്കണത്? സ്വന്തം മകളുടെ പേരിലല്ലേ അയക്കുള്ളൂ. ഇപ്പം തന്നെ രേവതി, നിൻ്റെ അമ്മ നിനക്ക് കുറച്ച് കാശ് തന്നു, ആരുടെ പേരിലായിരിക്കും തരുന്നത്? അത് എൻ്റെ പേരിൽ തന്നെയായിരിക്കും. പിന്നെ ഉടനെ വർഷയുടെ ചോദിക്കുന്നുണ്ട് കേട്ടോ. വർഷയുടെ അച്ഛനാണ് പൈസ തന്നതെങ്കിൽ ആരുടെ പേരിലാവും തരുക? ശ്രീകാന്തിൻ്റെ പേരിലായിരിക്കും? ഇല്ല, എനിക്ക് തരുന്ന പൈസ എൻ്റെ പേരിൽ തന്നെ ആവില്ലേ തരുന്നത്. അപ്പോൾ പിന്നെ എങ്ങനെയാവും സുധിയുടെ പേരിൽ പൈസ അയച്ചു എന്ന് ചോദിക്കുമ്പോൾ എല്ലാവർക്കും ഡൗട്ട് അടിക്കുക കേട്ടോ. അപ്പോൾ ചന്ദ്രയും ഉറപ്പായിട്ടും ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇതിനിടയ്ക്ക് ശ്രുതിയുടെ വായിൽ നിന്ന് തന്നെ വീണ് പോയതാണ്. ശ്രുതിയുടെ അക്കൗണ്ടിലേക്കാണ് പൈസ വന്നത്. അപ്പോൾ ശ്രുതി ആകെ പെട്ടുപോയി. ഇനി അതിനെങ്ങനെ മറുപടി പറയുക? ചന്ദ്ര ചോദിക്കുന്നുണ്ട്, ശരിയാണല്ലോ, അതെ ശ്രുതി, നിൻ്റെ അക്കൗണ്ടിലേക്കാണോ ശരിക്കും പൈസ വന്നത്? അതേ അമ്മ എന്ന് പറയാം കേട്ടോ. അതെങ്ങനെ നിൻ്റെ അക്കൗണ്ടിൽ അയച്ചു? ശ്രുതിക്കാണെങ്കിൽ പറയാൻ മറുപടിയില്ല. പെട്ടെന്ന് ശ്രുതി ഇടയ്ക്ക് എറിയുന്നിട്ട് പറയുന്നുണ്ട്, അയ്യോ അമ്മേ, ആൻറ്റി അത് വേറൊന്നുമല്ല, ബിസിനസ് തുടങ്ങണം ഞാനല്ലല്ലോ, ബിസിനസ് തുടങ്ങുന്നത് എന്തായാലും ശ്രുതി തന്നെയല്ലേ. അപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ അയച്ചിട്ട് പിന്നെ അതിനെ ഞാൻ ശ്രുതിക്ക് കൊടുത്താൽ അതൊക്കെ ഇൻകം ടാക്സിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞിരുന്നു നേരിട്ട് ശ്രുതിയുടെ അക്കൗണ്ടിൽ തന്നെ അയക്കണമെന്ന്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഓ അത് ശരി, അങ്ങനെയാണല്ലേ. അപ്പോൾ എന്നിട്ട് സച്ചിയോട് പറയുന്നുണ്ട്, എടാ നീ ഒന്നും മിണ്ടാതിരിക്കുക, നിനക്കൊക്കെ അസൂയയുടെ ഉണ്ടാ ഇങ്ങനെയൊക്കെ ഓരോന്ന് സംശയത്തിൽ പറയണേന്ന്. അപ്പോൾ രേവതിക്ക് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറഞ്ഞു, രേവതി നീ ഒന്നും മിണ്ടാതിരിക്കടി, നിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടു കൊടുക്കാനൊന്നും അവനൊന്നും ഇല്ലല്ലോ, അതിൻ്റെ കുശുമ്പ കാണിക്കണേന്ന് പറയുമ്പോൾ രേവതി പറയാം, അതെ അമ്മ ആവശ്യമില്ലാതെ അങ്ങനെയൊന്നും പറഞ്ഞേക്കരുത്. എൻ്റെ വീട്ടിൽ നിന്ന് ഒന്നും കൊടുക്കേണ്ട ആവശ്യം എൻ്റെ സച്ചേട്ടനില്ല, കൊടുത്താലും അദ്ദേഹം വാങ്ങത്തില്ല, അദ്ദേഹം അധ്വാനിച്ച് കഷ്ടപ്പെട്ട് സമ്പാദിക്കാനാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്ന് പറയുമ്പോഴത്തേക്കിനും പെട്ടെന്ന് സച്ചിക്ക് അതൊരു അഭിമാനമായിട്ട് തോന്നുന്നു കേട്ടോ. രേവതി അങ്ങനെ പറയണ കേൾക്കുമ്പോൾ ബാക്കി എല്ലാവരും തല കുനിച്ച് നിൽക്കുന്നുണ്ട്, ചമ്മി നാറി. എന്നിട്ടും ശ്രുതിയും ഒക്കെ ആകെ ചമ്മിപ്പോയി കേട്ടോ. അപ്പോൾ തന്നെ ഉടനെ ശ്രുതി പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഭാര്യ എനിക്ക് കാറ് വാങ്ങി തന്നു, അതും അവൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശിൽ നിന്നാണ് ഉണ്ടാക്കി തന്നത്, അല്ലാണ്ട് ആരും തന്നതൊന്നുമല്ല എന്ന് പറയുമ്പോൾ അവിടെ ശ്രുതിക്ക് അങ്ങ് ദേഷ്യം വന്നിട്ട് വയ്യ കേട്ടോ. ശ്രുതി അവിടെ നിന്ന് ചാടി എണീറ്റ് പോകുന്നുണ്ട്. അങ്ങനെ അകത്ത് പോയ ശ്രുതിക്ക് നല്ലൊരു നുള്ളു വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ദേഷ്യം കൊണ്ടിട്ട് ശ്രുതി, എന്തിനാ നീ എന്നെ ഉപദ്രവിച്ചതെന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, എന്ത് വർത്തമാനാണ് നീ അവിടെ നിന്നിട്ട് പറഞ്ഞത്? നിൻ്റെ അക്കൗണ്ടിലേക്കാണ് പൈസ അയച്ചത്, നീ എന്തിനാ അവിടെ പറയാൻ പോയത്? സച്ചി കണ്ടില്ലേ കയറി ആകെ പ്രശ്നം ഉണ്ടാക്കിയത്? അത് എനിക്കൊരു നാക്ക് പിഴ പറ്റിയതാണ്, അല്ലാതെ ഒന്നുമല്ല. കൊള്ളാം, ഞാൻ ഒരു സാഹചര്യം മുതലാക്കി ഞാൻ പെട്ടെന്ന് സമയോചിതമായിട്ട് ഇടപെട്ടത് കൊണ്ട് രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ ഇന്ന് തന്നെ സച്ചി എല്ലാം കണ്ടുപിടിച്ചേനെ. ഇങ്ങനെ പോവുകയാണെങ്കിൽ ശ്രുതി നീ എല്ലാ സത്യങ്ങളും ഇതൊന്നും പറയേണ്ടി വരുമോ? ഒരു കാര്യം ചെയ്യും, അവൻ എന്തിനാ ഇങ്ങനെ സംശയം? അവനെ എൻ്റെ കയ്യിൽ പൈസ ഇരിക്കണതിൻ്റെ കുഴപ്പമാണ്, എത്രയും വേഗം നമ്മളെ പൈസ അടിച്ച് തീർത്ത് കളയണമെന്ന് പറയാം കേട്ടോ. അടിച്ച് തീർത്ത് കളയാനോ? അത് ശരി, അപ്പോൾ ബിസിനസ് തുടങ്ങണ്ടേ? ബിസിനസ് തുടങ്ങണം. അവനങ്ങനെ പലതും പറയും, അതൊന്നും മൈൻഡ് ചെയ്യാൻ പോകേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ നമുക്ക് എത്രയും വേഗം നമുക്ക് നല്ലൊരു ബിസിനസ് തുടങ്ങണം. അപ്പോൾ ശ്രുതി പറഞ്ഞിട്ടുണ്ട്, ആവശ്യമില്ലാതെ ഓരോ കാര്യങ്ങൾ എടുത്ത് ചാടി ഒന്നും പറഞ്ഞേക്കരുത്, എന്നോട് ആലോചിച്ച് വേണം ഓരോ കാര്യങ്ങൾ തീരുമാനിക്കാൻ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ശ്രുതി നല്ല വഴക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പറയാം, ഈ സച്ചിക്ക് എന്തിൻ്റെ കേടാ ഞങ്ങളെ ചോദ്യം ചെയ്യാനായിട്ട്? സത്യക്ക് സച്ചിയുടെ കാര്യം മാത്രം നോക്കിയാൽ പോരെ? പിന്നെ ശ്രുതി കുറച്ചുകൂടിയൊക്കെ സ്റ്റേൺ ആവണമെന്ന് പറയാം കേട്ടോ. അവനോട് പറഞ്ഞിട്ട് കാര്യമില്ല, അവൻ അങ്ങനെയാണ്. അപ്പോൾ ശ്രുതി പറഞ്ഞുകൊണ്ട്, അവനോട് പറഞ്ഞിട്ട് കാര്യമില്ലെങ്കിലേ എനിക്ക് രേവതിയോട് പറയാനറിയാം, ഞാൻ വെച്ചിട്ടുണ്ട് അവൾക്ക് എന്നും പറഞ്ഞാൽ അടുക്കളയിൽ നിൽക്കുന്ന രേവതിയുടെ അടുത്തേക്ക് ശ്രുതി ഓടി ചെല്ലാണ്. എന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, രേവതി നീ നിൻ്റെ ഭർത്താവിനെ മര്യാദയ്ക്ക് നിലയ്ക്ക് നിർത്തിക്കോ, എൻ്റെ കുടുംബകാര്യത്തിലോ എൻ്റെ പേഴ്സണൽ കാര്യത്തിലോ ഇടപെടേണ്ട ആവശ്യമില്ല കേട്ടല്ലോ എന്ന് പറയുമ്പോൾ അപ്പോൾ രേവതി ചോദിക്കണം, അയാൾ എൻ്റെ ഭർത്താവ് നിങ്ങളുടെ അടുത്ത് എന്തിനാണ് വന്നത്? അല്ലെങ്കിൽ നിങ്ങളെ എന്ത് പേഴ്സണൽ കാര്യത്തിലാണ് ഇടപെട്ട്? പിന്നെ എനിക്കതൊക്കെ മനസ്സിലാവുന്നുണ്ട്, ഞങ്ങൾക്ക് എൻ്റെ അച്ഛൻ കുറച്ച് കാശ് അയച്ച് തന്നതിൻ്റെ കുശുമ്പാണ് കാണിക്കുന്നതല്ലേ. എൻ്റെ ഭർത്താവിന് കുശുമ്പിൻ്റെ ആവശ്യമൊന്നുമില്ല, അദ്ദേഹം കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നുണ്ട്, അദ്ദേഹത്തിന് ഓവറായിട്ടുള്ള പണത്തിൻ്റെ ആവശ്യമില്ല, ജീവിക്കാനുള്ള പണം അദ്ദേഹം തന്നെ കണ്ടെത്തുന്നുണ്ട്. പിന്നെ രോഹിണിയില്ല കേട്ടോ, ശ്രുതി നീയേ ഈ അനാവശ്യമായിട്ട് പറഞ്ഞാൽ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ എനിക്കെൻ്റെ സ്വഭാവം മാറുമെന്ന് പറയാം കേട്ടോ. അങ്ങനെ ശ്രുതിയും വിട്ടുകൊടുക്കുന്നില്ല, രേവതിയും വിട്ടുകൊടുക്കുന്നില്ല. രണ്ടുപേരും ദേഷ്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടുക്കളയിൽ നിന്ന് വഴക്കൂടാട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, നിൻ്റെ ഭർത്താവിനോട് പറഞ്ഞേക്കണം, ഇനിമേൽ എൻ്റെ കാര്യങ്ങളിൽ ഇടപെട്ട എൻ്റെയും ശ്രുതിയുടെയും കാര്യത്തിൽ ഇടപെട്ട് പോലെന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നിൻ്റെ അച്ഛൻ
കാശയച്ച കാര്യം എൻ്റെ ഭർത്താവ് ചോദിച്ചു. അതാണോ ഇത്ര വലിയ തെറ്റ്? അതിപ്പോൾ ആരായാലും ചോദിക്കില്ലേ? അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല. അദ്ദേഹം എന്താ ഇപ്പം നിൻ്റെ ദേഷ്യം കണ്ടാൽ എനിക്കും ഇപ്പോൾ സംശയം തോന്നുന്നുണ്ടല്ലോ. ഇത് ശരിക്കും പറഞ്ഞാൽ നിൻ്റെ അച്ഛൻ അയച്ചു തന്ന പൈസയാണോ എന്ന് എനിക്ക് സംശയം തോന്നി തുടങ്ങിയെന്ന് പറയാം കേട്ടോ. ഓ അത് ശരി, ഇപ്പം അങ്ങനെയായോ? എനിക്ക് ആരയച്ചു തന്നു, എന്തയച്ചു തന്നു, നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല രേവതി എന്ന് പറയാം കേട്ടോ. ആ ബോധിപ്പിക്കണം, ബോധിപ്പിച്ചേ പറ്റുള്ളൂ ശ്രുതി. ഞാൻ എൻ്റെ സച്ചേട്ടനെ കാർ എടുത്തു കൊടുത്തപ്പോൾ നീ എന്താ എന്നോട് ചോദിച്ചത്? ഈ കാശ് എവിടെ നിന്നാണെന്ന് ചോദിച്ച് എന്നെ എല്ലാവരുടെ മുന്നിൽ നിർത്തി ചോദ്യം ചെയ്തില്ലേ? അപ്പോൾ നിങ്ങൾക്ക് പൈസ വരുമ്പോൾ ഞങ്ങളും അത് അന്വേഷിക്കണ്ടേ? അപ്പോൾ നിങ്ങൾക്ക് എന്തും ചോദിക്കാൻ ഞങ്ങളൊന്നും ചോദിക്കാൻ പാടില്ല അല്ലേ? ഓ അത് ശരി, അപ്പം നീ അത് വെച്ചിട്ടാണ് പറയണേ. അങ്ങനെയാണെങ്കിൽ ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ്. ഞാൻ നിന്നോട് അന്ന് അങ്ങനെ ചോദിക്കാൻ പാടില്ലായിരുന്നു. പക്ഷേ ഇനി മുതൽ നിങ്ങളുടെ ഒരു കാര്യത്തിന് ഞാൻ ഇടപെടാൻ വരില്ല. അതുപോലെ നീ സച്ചിയോടും പറഞ്ഞേക്കണം, ഞങ്ങളുടെ ഒരു കാര്യത്തിന് നീ ഇടപെടാൻ വന്നേക്കരുതെന്ന്, കേട്ടല്ലോ എന്നും പറഞ്ഞ് അവിടുന്ന് ശ്രുതി ദേഷ്യം പിടിച്ചിറങ്ങി അങ്ങ് പോവാട്ടോ. ഇതിൻ്റെ എല്ലാം കൂടെ ദേഷ്യം നമ്മുടെ രേവതി സച്ചിയോട് തീർക്കാൻ വേണ്ടി വരിക കേട്ടോ. സച്ചി അങ്ങ് താഴോട്ട് നിൽക്കുകയാണ് കാറിൻ്റെ ടൂൾസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട്. അപ്പോൾ ഓടി വന്നൊരു ഒറ്റ അടി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്തിൻ്റെ കേടാ മനുഷ്യ ആ ശ്രുതിയുടെ കാര്യങ്ങളിൽ പോയി ഇടപെടാനായിട്ട്? അവരുടെ അച്ഛൻ അവർക്ക് കൊടുത്ത കാശിനെക്കുറിച്ച് നിങ്ങൾ എന്തിനാണ് ചോദിക്കാൻ പോയത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സച്ചിയോട് ഒരുപാട് വഴക്കിടുക കേട്ടോ. അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, ഞാൻ എന്ത് ന്യായമായിട്ടുള്ള കാര്യമല്ലേ പറഞ്ഞത്? എനിക്ക് ന്യായമായിട്ടുള്ള കാര്യം ചോദിക്കാനേ അറിയുള്ളൂ. എൻ്റെ വാ അടയ്ക്കാനൊന്നും നീ നോക്കണ്ട. പക്ഷേ നിങ്ങൾ കാരണം ഇപ്പം ഞാൻ ഓരോന്നും കേൾക്കേണ്ടി വരുന്നത്. ആഹാ പാർലറമ്മ അങ്ങനെ പറഞ്ഞു, നിന്നെ പറഞ്ഞു, എന്നാൽ പിന്നെ ഞാൻ ചോദിച്ചിട്ട് എൻ്റെ ബാക്കി കാര്യം എന്നും പറഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ രേവതി വീണ്ടും തടയുക. ഇതാ നിങ്ങളുടെ സ്വഭാവം, ഒന്ന് പറഞ്ഞ് രണ്ടാമതിനെ എടുത്ത് ചാടി എന്തെങ്കിലും ചെയ്യും. ഇനിയിപ്പോൾ ഇതിൻ്റെ പേരും പറഞ്ഞ് പോയി ചോദിച്ചാൽ അടുത്തൊരു പ്രശ്നം ഉണ്ടാവില്ലേ? ഇങ്ങനെ കൊണ്ട് ഞാൻ തോറ്റല്ലോ. ദേവി ഇത് നിങ്ങളൊന്ന് നിർത്തൂ. ഇനി ഈ സംസാരം ഇവിടെ സംസാരിക്കരുത്. ഇതോടുകൂടി എല്ലാം നിർത്തണമെന്ന് പറയാട്ടോ. ഓ പിന്നെ നീ എന്നെ വല്ല പാടമൊന്നും പഠിപ്പിക്കണ്ട. ട്യൂഷൻ പഠിപ്പിക്കുന്ന സാറ് മാർക്ക് ഇടുമ്പോൾ നീ എന്നെ കൂടെ നിർത്തി അത് ചെയ്യുന്നു. മാർക്ക് ഇടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. എന്നാൽ പിന്നെ ഞാൻ പേപ്പറിലെല്ലാം എഴുതിത്തരാം, നീ അങ്ങ് മാർക്ക് കിട്ടോ എന്നൊക്കെ ഇങ്ങനെ സച്ചി പറയട്ടോ. അപ്പോൾ തന്നെ രേവതിക്ക് അങ്ങ് ചിരി വരണം. എന്നിട്ട് സച്ചി കാണാതെ ചിരി കടിച്ചമർത്തുമ്പോൾ സച്ചി പറഞ്ഞിട്ട്, ചിരിക്കേണ്ട സമയത്ത് നമ്മൾ ചിരിക്കണം, ചിരിക്കുന്ന ആരോഗ്യത്തിന് നല്ലതാണ്, നീ ഇങ്ങനെ കടിച്ച് പിടിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ചിരിച്ച് കളിയാക്കട്ടോ. അവസാനം രണ്ടുപേരും അങ്ങ് ചിരിച്ച് പോവുകയാണ്. സച്ചിയുടെ വർത്തമാനം കേട്ട് അവസാനം ആരായാലും ചിരിച്ച് പോകും. അങ്ങനെയാണ് രേവതി ചിരിക്കുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്കിനി നിൽക്കാൻ സമയമൊന്നുമില്ല, ഞാൻ ജോലിക്ക് പോവാം, നീ ആ ടൂൾസും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുന്നത്. ശരിയെന്ന് പറഞ്ഞ് സച്ചി അങ്ങോട്ട് പോകണമെന്ന് രേവതി വീണ്ടും അത് ഓർത്ത് ചിരിക്കാട്ടോ സച്ചി പറഞ്ഞ കാര്യങ്ങൾ. അങ്ങനെ സച്ചി വീണ്ടും ഓടി വന്നിട്ട് രേവതിയുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞിട്ട്, ആ ചിരി വരുന്നുണ്ടല്ലേ നിനക്ക്? ദേ മനുഷ്യ, നിങ്ങൾ ജോലിക്ക് പോയില്ലേ, ഒന്ന് പോകുന്നുണ്ടോ എന്ന് പറഞ്ഞ് തള്ളി ഉന്തി വിടുക കേട്ടോ. അങ്ങനെ നമ്മുടെ സച്ചി അവിടുന്ന് ജോലിക്ക് പോവാണ്. ശ്രുതി അവിടെ നിന്ന് നേരെ പോയത് നമ്മുടെ മീരേനെ കാണാനട്ടോ. മീരയും ശ്രുതിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നടന്ന സംഭവങ്ങളെല്ലാം മീരയെടുത്ത് ശ്രുതി പറയാണ്. അതും അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, എടി ഇപ്പം തന്നെ ഒരുപാട് കള്ളത്തരങ്ങളായി, ഇനി ഇതും വേണോ കള്ളത്തരം? ഈ പൈസ കിട്ടിയ കാര്യം നീ വീട്ടിൽ പറയാതിരുന്ന പ്രശ്നമാവില്ലേ? എങ്ങനെ? അതൊന്നും ശരിയാവത്തില്ല. വീട്ടിൽ പറഞ്ഞാൽ ഇപ്പോൾ ഈ പൈസ എല്ലാവർക്കും കൂടെ പിച്ച് വെച്ച് ഇതങ്ങ് തീർക്കും. അതിനേക്കാളും ശ്രുതിക്ക് നല്ലൊരു ബിസിനസ് ഇട്ട് കൊടുക്കുകയാണ് വേണ്ട. അത് കഴിഞ്ഞ് പൈസ ഉണ്ടാകുമ്പോൾ നമുക്കിതൊക്കെ തിരിച്ചു കൊടുക്കാമെന്നുള്ളതല്ലേ ഉള്ളൂ. എന്തായാലും കൊള്ളാം. പിന്നൊരു കാര്യം, ഇപ്പോൾ പൈസ വന്നതുകൊണ്ട് എൻ്റെ അമ്മായിയമ്മയ്ക്ക് എന്നോട് ഇതൊരു സ്നേഹമൊക്കെ വന്നിട്ടുണ്ടെന്ന് പറയാം കേട്ടോ. അത് നല്ല കാര്യം തന്നെ എന്നിങ്ങനെ സംസാരിച്ച് നിൽക്കുകയാണ് കേട്ടോ. ആ സമയത്താണ് അതുവഴി നവനീത് വരുന്നുണ്ട്. നവനീത് വന്നിട്ട് നവീൻ വന്നിട്ട് പറയാനുണ്ട്, അതെ ഞാൻ ചോദിച്ച 1,00,000 രൂപ എനിക്ക് തന്നേക്കണം, ഇല്ലെങ്കിൽ ഞാൻ ആകെ പ്രശ്നം ഉണ്ടാവും എന്ന് പറയാം കേട്ടോ. അപ്പോൾ ശ്രുതി ആകെപ്പാടെ പേടിച്ച്, ഇനി ഇയാൾക്കിനി 1,00,000 രൂപ ഞാൻ കൊണ്ട് കൊടുക്കണമല്ലോ. അപ്പോൾ അയാൾ പറയാം, നീ കാരണമാണ് എൻ്റെ വിവാഹ ജീവിതവും എല്ലാം തൊലച്ചത്. അതുകൊണ്ട് നീ എത്രയും വേഗം എനിക്ക് ഞാൻ ചോദിച്ച 1,00,000 രൂപ നീ എനിക്ക് തന്നേ പറ്റത്തുള്ളൂ എന്ന് പറയാം കേട്ടോ. ഇല്ലെങ്കിൽ ഞാൻ അതിന് മറുപടിയായിട്ട് ഞാൻ എന്താ ചെയ്യുന്നത് നീ നോക്കിക്കോ, എന്തെങ്കിലും നേരെ വീട്ടിലേക്ക് ഞാൻ വരും എന്നും പറഞ്ഞ് ഇവരെ ഭീഷണിപ്പെടുത്തിയിട്ട് നവീൻ അങ്ങ് പോവാട്ടോ. അങ്ങനെ ശ്രുതി മീരയോട് പറയാം, നാശം പിടിക്കാൻ ഇനിയിപ്പോൾ ഇവന് കൊടുക്കേണ്ട 1,00,000 രൂപ ഞാൻ ഇവിടെ നിന്ന് ഉണ്ടാക്കും, എന്തെങ്കിലും പ്ലാൻ ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് നേരെ വീട്ടിലേക്ക് വരാം കേട്ടോ. അപ്പോൾ 10-27 ലക്ഷം രൂപ ഇപ്പോൾ സുധിയുടെ അക്കൗണ്ടിൽ ഉണ്ടല്ലോ, അതിൽ നിന്ന് 1,00,000 രൂപ എങ്ങനെയെങ്കിലും വാങ്ങാം എന്ന പ്രതീക്ഷയിലാണ്. എന്നിട്ട് വന്ന പാടെ ചോദിക്കുന്നുണ്ട്, നീ ഇങ്ങനെ കിടന്നാൽ മതിയോ, നമുക്ക് എന്തെങ്കിലും ഈ പൈസ കൊണ്ട് ബിസിനസ്സോ എന്തെങ്കിലും ചെയ്യണ്ടേ, നീ എന്ത് ബിസിനസ് ചെയ്യാനാണ് ഉദ്ദേശിക്കണേ എന്നൊക്കെ ചോദിക്കാം കേട്ടോ. അപ്പം ശ്രുതിക്കാണെങ്കിൽ ഒരു ഐഡിയ ഇല്ല. അപ്പോൾ അയാൾ പറഞ്ഞിട്ട്, പാർക്കിൽ വെച്ച് ഒരു കൂട്ടുകാരനെ കണ്ടല്ലോ, അയാൾക്ക് ഇത് കൊടുത്തിട്ട് എന്തെങ്കിലും ബിസിനസ് ചെയ്യാമെന്ന് പറയാം. അപ്പോൾ ശ്രുതിക്ക് ദേഷ്യം പറഞ്ഞിട്ടുണ്ട്, അവനെ കൊണ്ട് കൊടുത്തിട്ട് കൈ വീശിയോടെ വന്നിരിക്കാന്നാണ് പറയണത്, അതൊന്നും നടക്കുന്ന കാര്യമല്ല. പിന്നെ പലിശയ്ക്ക് കൊടുത്താൽ നല്ലതല്ലേന്ന് ചോദിക്കാം കേട്ടോ. വല്ലവർക്കും കൊണ്ട് പലിശയ്ക്ക് കൊടുത്തിട്ട് പിന്നെ പൈസയ്ക്ക് വേണ്ടി നമ്മൾ ഓടി നടക്കണ്ടേ എന്ന് ശ്രുതി പറയാം കേട്ടോ. അല്ല, നല്ല വിശ്വാസമുള്ള ആർക്കെങ്കിലും കൊടുക്കണം, അങ്ങനെയാണെങ്കിൽ നമുക്ക് ലാഭമാവും. കാരണം മാസം നല്ല പലിശ നമുക്ക് കിട്ടുമ്പോൾ മുതലും ആവും പലിശയാവും, അത് നല്ലൊരു ബിസിനസ് അല്ലേ എന്ന് വിചാരിക്കും. അപ്പോൾ ഉടനെ ശ്രുതി പറഞ്ഞിട്ടുണ്ട്, എന്നാൽ പിന്നെ നീ എനിക്കൊരു 1,00,000 രൂപ തരാമെന്ന് പറയാം കേട്ടോ. എന്തിനാ നിനക്ക് 1,00,000 രൂപ? ഞാൻ ചോദിച്ചാൽ ഭയങ്കര കണക്കല്ലേ, എന്നോട് പറയണം. ഒരു കാര്യം ചെയ്യ്, എന്തായാലും നമ്മൾ ബിസിനസ് തുടങ്ങാൻ തീരുമാനിച്ചു, പലിശയ്ക്ക് കൊടുക്കാനുണ്ട്, നീ എനിക്ക് തന്നെ ആദ്യത്തെ പൈസ താ, ഞാൻ നിനക്ക് പലിശ
പലിശ തരാം, 2%, 1,00,000 രൂപ നീ എനിക്ക് തന്നെ 2% ഞാൻ പലിശ തന്നോളാം എന്ന് പറയാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ 1,00,000 രൂപയ്ക്ക് മാസം 2,000 രൂപ എനിക്ക് നീ തരണ്ടേ? ഇപ്പം തന്നെ ഞാൻ അയച്ചു തരാമെന്ന് പറഞ്ഞു. ആദ്യം തന്നെ ഫോൺ എടുത്ത് നേരെ അയച്ചു കൊടുക്കാം കേട്ടോ ശ്രുതിയുടെ അക്കൗണ്ടിൽ 2,000 രൂപ. അപ്പോൾ ശ്രുതിക്ക് സന്തോഷമാവുന്നുണ്ട്. എന്ന് വെച്ചാൽ വരുമാനം വന്നു തുടങ്ങിയില്ലേ. അപ്പോൾ പറഞ്ഞ് ശ്രുതി പറഞ്ഞിട്ട് നീ ഒരു കാര്യം ചെയ്യും, ആ 1,00,000 രൂപ ഇങ്ങനെ എനിക്ക് താ. അപ്പോൾ തന്നെ 1,00,000 രൂപ നമ്മുടെ ശ്രുതിയുടെ അക്കൗണ്ടിലേക്ക് ശ്രുതി ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയും ചെയ്തു കേട്ടോ. അങ്ങനെ അപ്പോൾ ശ്രുതി പറഞ്ഞുകൊണ്ട് കണ്ടോ 1,00,000 രൂപ എനിക്ക് തന്നപ്പോൾ നിനക്ക് എത്ര ലാഭമായി, നിനക്ക് 2,000 രൂപയാണ് ലാഭമായിരിക്കണം. ഇതുപോലെ നമ്മൾ നല്ല വിശ്വാസമുള്ള ആർക്കെങ്കിലും ബാക്കി പൈസ പലിശയ്ക്ക് കൊടുക്കുക. അപ്പോൾ മാസം നമുക്ക് എത്ര രൂപ കിട്ടും? അതാണ് ശരി, ഇതാ ബുദ്ധി വേണം ബുദ്ധി. അല്ലെങ്കിൽ നീ എൻ്റെ തങ്കമല്ലേ എന്നൊക്കെ പറഞ്ഞ് ശ്രുതി അങ്ങ് കെട്ടിപ്പിടിക്കുക കേട്ടോ. ശ്രുതി കാരണമാണല്ലേ ഇത്രയൊക്കെ സംഭവിച്ചത്. ഒരു സന്തോഷം. അതാണ് എപ്പിസോഡ് കേട്ടോ. പുതിയ എപ്പിസോഡ് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്